നമസ്കാരം. കേരളത്തിൽ കോൺഗ്രസ് മിക്കവാറും പ്രവർത്തനം നിർത്തും. അങ്ങനെയാണ് കോൺഗ്രസിന്റെ പോക്ക്. KPCCയിൽ ഒരു ദിവസം പോലും അടിയുണ്ടാകാതെ നേതാക്കൾ ഇരിക്കാറില്ല. സുധാകരന് സതീശനെ കൊല്ലാനുള്ള കലിയുണ്ട്. എന്നാൽ മാധ്യമങ്ങളുടെ മുന്നിൽ മാത്രം തോളത്ത് കൈയിട്ടും കെട്ടിപ്പിടിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഹസ്തദാനമൊക്കെ നൽകി കോൺഗ്രസിലെ നേതാക്കൾ ഇരിക്കുമെങ്കിലും KPCCയുടെ അകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ തല്ലുമാലയാണ്. കാരണം ഇപ്പോഴേ സുധാകരനെ ഒഴിവാക്കിയില്ലെങ്കിൽ സതീശൻ അത് ഭീഷണിയാണ്. കാരണം അധികാരം ഇല്ലെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ അധികാരം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എങ്ങാനും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സുധാകരനും സതീശനും തമ്മിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അടിയുണ്ടാകും. പിന്നെ അങ്ങ് ഡൽഹിയിലിരിക്കുന്ന ശശി തരൂറും അതോടൊപ്പം തന്നെ KC വേണുഗോപാലും ഒരു അടിക്കുള്ള ചാൻസുമായിട്ട് വരും. അങ്ങനെ വീണ്ടും ഒരു അടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ രമേശ് ചെന്നിത്തല ഏതൊരു കസേരയ്ക്ക് വേണ്ടിയും രമേശ് ചെന്നിത്തല ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരെയും ഇപ്പോൾ തന്നെ വെട്ടി നീക്കിയാലേ VD സതീശന് ഒരു മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകുള്ളൂ. അധികാരമില്ലെങ്കിൽ സുധാകരൻ BJPയിലേക്ക് പോകുമെന്ന് വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞതാണ്. ഇടതുപക്ഷത്തിന്റെ സമയത്തേക്കാളും BJPയുടെ സമയമാണ് ഇപ്പോൾ ബെസ്റ്റ് സമയം. മൂന്നാം തവണയും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന പ്രചാരണത്തിലാണ് ഇപ്പോൾ CPM. എന്നാൽ BJPക്കും അനുകൂലമാണ്. അതിൻ്റെ ആയുധം കോൺഗ്രസ് ഇപ്പോൾ BJPക്ക് നൽകിയിട്ടുമുണ്ട്. കോൺഗ്രസ് തന്നെ ഇപ്പോൾ അതിനുവേണ്ടി തുടക്കം കുറിച്ചിരിക്കുകയാണ്. സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറിയാലും അദ്ദേഹത്തെ ഹൈക്കമാൻഡ് ഇടപെട്ട് മാറ്റിയാലും അത് സംഘടനാപരമായി കോൺഗ്രസിനും UDFനും വൻ തിരിച്ചടിയായി മാറും. കോൺഗ്രസിനെ സെമി കേഡറാക്കാൻ വന്ന സുധാകരൻ തന്നെ ആ പാർട്ടിയെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന്റെ പ്രകടനം അതിദയനീയമാണ്. ബൂത്ത് തലം മുതൽ പാർട്ടി സംഘടനയും നിർജീവമായ അവസ്ഥയിലാണ്. എന്തിനേറെ സുധാകരൻ ഉൾപ്പെടെയുള്ള KPCC ഭാരവാഹികളുടെയും ഭൂരിപക്ഷവും DCC ഭാരവാഹികളുടെ പ്രവർത്തനങ്ങളും ശരാശരിക്കും താഴെയാണ്. തൊട്ടുമുന്നിൽ 3 തെരഞ്ഞെടുപ്പുകളാണ് കോൺഗ്രസും UDFും നേരിടേണ്ടതായുള്ളത്. ഒന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും, 2 തദ്ദേശീയ തെരഞ്ഞെടുപ്പും, മൂന്നാമത്തേത് നിയമസഭാ തെരഞ്ഞെടുപ്പും. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സംഘടനാ സംവിധാനത്തെ വിശ്വസിച്ച് തെരഞ്ഞെടുപ്പുകളെ നേരിട്ടാൽ വലിയ തിരിച്ചടിയാണ് UDFന് നേരിടേണ്ടി വരിക. ഇക്കാര്യം മുസ്ലിം ലീഗിനും നന്നായി അറിയാം. സുധാകരൻ മാറി പുതിയ നേതൃത്വം കോൺഗ്രസിന് വരണമെന്നത് അതുകൊണ്ട് തന്നെ ലീഗ് നേതൃത്വവും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇത്തവണ കൂടി കേരളം ഭരണം ലഭിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും UDF എന്ന സംവിധാനത്തിന് ഭരണത്തിൽ തിരിച്ചു വരാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ആ ഒരു കാര്യവും ലീഗ് നേതൃത്വവും അക്ഷരം പ്രതി ശരിവെക്കുന്നുമുണ്ട്. യാഥാർത്ഥ്യം ഇതൊക്കെയാണെങ്കിലും സുധാകരൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറാൻ താല്പര്യമില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം അള്ളി പിടിച്ച് ഇരിക്കുകയാണ് സുധാകരൻ. കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളുടെ പിന്തുണയാണ് സുധാകരന്റെ കരുത്ത്. ഹൈക്കമാൻഡിനെ വെട്ടിലാക്കുന്നതും പാർട്ടിക്ക് അകത്തെ ഈ ഭിന്നതയാണ് സുധാകരന്റെ മാറേണ്ട കാര്യമില്ല എന്ന നിലപാട് മുരളീധരൻ മാത്രമല്ല രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾക്കുമുണ്ട്. സുധാകരന് പകരം ആന്റണി ഉൾപ്പെടെ ആര് വന്നാലും VD സതീശൻ വിഭാഗവും KC വേണുഗോപാൽ വിഭാഗവും അത് മുതലെടുക്കും. സംസ്ഥാനത്തെ കോൺഗ്രസിനെ വരുതിയിലാക്കുമെന്നാണ് ചെന്നിത്തല വിഭാഗം ഭയപ്പെടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടാൽ ഇവരാരും തന്നെ ആഗ്രഹിക്കുന്നില്ല. പ്രിയങ്ക ഗാന്ധിയുടെയും ഭർത്താവ് റോബർട്ട് വദ്രയുടെയും പിന്തുണയോടെ പത്തനംതിട്ട MP ആയ ആന്റണിയെ KPCC അധ്യക്ഷനാക്കിയാൽ കോൺഗ്രസ് ഒരു പിളർപ്പിലേക്ക് നീങ്ങുമെന്ന കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ വീണ്ടും കോൺഗ്രസിൻ്റെ C ഗ്രൂപ്പ്, D ഗ്രൂപ്പ്, E ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് വീണ്ടും കോൺഗ്രസ് ഓരോ ഗ്രൂപ്പുകളായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പാർട്ടി അണികളുടെ പിന്തുണയല്ലാതെ ആര് പ്രസിഡന്റാക്കിയാലും പാർട്ടിയിൽ നിന്നും വിട്ടുപോകാനാണ് ഒരു വിഭാഗത്തിൻ്റെ ആലോചന. ഇത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്കായിരിക്കും കോൺഗ്രസ് വന്ന് വിടാൻ പോകുന്നത്. കോൺഗ്രസിനെ കൊണ്ട് ചെന്നെത്തിക്കുക അത്തരം ഒരു പ്രതിസന്ധിയായിരിക്കും. ഗ്രൂപ്പ് പ്രവർത്തനം പഴയ പോലെ കോൺഗ്രസിൽ ശക്തമല്ലെങ്കിലും ഇപ്പോഴും കോൺഗ്രസ് AI ഗ്രൂപ്പുകൾ സംസ്ഥാനത്ത് ശക്തമാണ്. ഇതിൽ Iയിൽ പിളർപ്പുണ്ടാക്കി ഒരു ഭാഗത്തെ VD സതീശനും മറുഭാഗത്തെ KC വേണുഗോപാലും അടർത്തിയെടുത്തെങ്കിലും രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന പഴയ I ഗ്രൂപ്പ് ഇപ്പോഴും പൂർണ്ണമായും തകർന്നിട്ടില്ല. മാത്രമല്ല അടുത്ത കാലത്തായി ചെന്നിത്തല പാർട്ടിയിൽ കൂടുതൽ കരുത്തനായി മാറിയിട്ടുമുണ്ട്. NSSന്റെയും SNDP യൂണിയന്റെയും പിന്തുണ ആർജിക്കാനും ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ പ്രമുഖ A ഗ്രൂപ്പ് നേതാക്കളായ T സിദ്ദിഖ്, ഷാഫി പറമ്പിൽ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർ A ഗ്രൂപ്പ് വിട്ട് KC വേണുഗോപാൽ, VD സതീശൻ വിഭാഗങ്ങളോട് സഹകരിക്കുന്നുണ്ടെങ്കിലും PC വിശ്വനാഥ്, പെന്നി ബഹനാൻ, KC ജോസഫ് തുടങ്ങിയ ഗ്രൂപ്പ് നേതാക്കളുടെ കീഴിൽ ഇപ്പോഴും അവർ അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും കോൺഗ്രസിൽ ഒരു അടി എന്തായാലും ഉറപ്പാണ്. സുധാകരൻ മാറില്ല എന്ന് തന്നെയാണ് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സുധാകരൻ മാറില്ല എന്ന് പറയുന്നു. പക്ഷേ KC വേണുഗോപാൽ പറയുന്നു മാറ്റും, ഇന്ന് തന്നെ ഒരു അധ്യക്ഷനെ പുതിയതായി പ്രഖ്യാപിക്കും എന്ന്
KC വേണുഗോപാൽ പറയുന്നെങ്കിലും അതിൻ്റെ ആവശ്യം ഇപ്പോഴുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കൂടാതെ പ്രസ് ക്ലബിലടക്കം കോൺഗ്രസിൻ്റെ ഓരോ KPCC ആസ്ഥാനത്തും ഉൾപ്പെടെയുള്ള DCC കമ്മിറ്റിയിലും അടക്കം സുധാകരനെ തന്നെ KPCCയുടെ അധ്യക്ഷനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ തന്നെ അണികൾ പോസ്റ്റർ പതിച്ചു തുടങ്ങി. കോൺഗ്രസ് സമാനതകളില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് കോൺഗ്രസ് മൂക്കുകുത്തി വീണുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ. പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം.